Bonjour, welcome to Tour 2 of Paris. What a beautiful view from the beautiful bridge. Let's start from the beginning of my day. രാവിലെ എണീക്കാൻ തന്നെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ എണീറ്റു. ബിക്കോസ് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് ബിറ്റ്വീൻ 7 and 9:30 ആൻഡ് ഇതാണ് അവരുടെ ഒരു താഴത്തെ അണ്ടർഗ്രൗണ്ട് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവർക്ക് ആക്ച്വലി കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് പോലെയല്ല, എ കൈൻഡ് ഓഫ് ലൈക്ക് ആൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ബട്ട് വെരി സ്മോൾ ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. ലൈക്ക് എ ചിക്കൻ സോസേജ്, ബോയിൽഡ് എഗ്സ്, യോഗേർട്ട്, ഫ്രൂട്ട് സാലഡ്, ലൈക്ക് എ കട്ട് ഫ്രൂട്ട്സ് ആൻഡ് ക്രോയിസോൺ, അങ്ങനത്തെ പനാഷോക്കളെ, പിന്നെ കുറച്ച് നട്ട്സ്. പിന്നെ ദേ ഡോണ്ട് യൂസ് മിൽക്ക് ഓഫൺ. കോഫി ടീ ഒക്കെ ഉണ്ടെങ്കിൽ ബട്ട് സീരിയൽസിൻ്റെ കൂടെ അവർ യോഗട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ദേ ഡോണ്ട് യൂസ് മിൽക്ക് ഓഫൺ. ഇതാണ് ആക്ച്വലി അവിടുത്തെ അണ്ടർഗ്രൗണ്ട് മെട്രോ സിസ്റ്റം. സിറ്റിയിൽ എവിടെയാണെങ്കിലും ഒരു മെട്രോപൊളിറ്റൻ എന്നുള്ളൊരു ഗ്രീൻ ആർച്ച് കണ്ടാൽ അതിൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങിയാൽ കറക്റ്റ് അണ്ടർഗ്രൗണ്ട് ട്രെയിൻ സിസ്റ്റം ആയിരിക്കും. അതിലൂടെ നമുക്ക് ഈ സിറ്റിയുടെ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രെയിൻ ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് നടന്നപ്പോഴത്തേക്കും ഒരു ബേക്കറി കണ്ടു. അപ്പോൾ തന്നെ ഒരു ഫ്രഞ്ച് മാക്രോൺ ട്രൈ ആണെന്ന് വിചാരിച്ചൊരു ഒരു കഫേയിൽ കയറി അവിടെ നിന്നൊരു നൈസൊരു മാക്രോൺ കഴിച്ചു. പക്ഷേ മീൻസ് ഒരു കോൾഡായിട്ട് തോന്നി, പക്ഷേ നല്ല ഇതായിരുന്നു. ലൈക്ക് എ റാസ്ബെറി ടേസ്റ്റ് ഉണ്ടായിരുന്നൊരു മാക്രോണാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഒരു ഫ്രഞ്ച് ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്നുള്ള നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മാക്രോൺ, ഇന്നത്തെ ഫസ്റ്റ് മാക്രോണാണ് കഴിച്ചത്. അവിടെ നിന്നൊരു 5 to 10 minutes ആണ് മ്യൂസിയത്തിലേക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ടിക്കറ്റ് നോക്കിയിട്ട് ഓൺലൈൻ ടിക്കറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. അങ്ങനെ ആ വഴിയിലൂടെ നടക്കുമ്പോഴാണ് ലൂയി വിറ്റോൻ്റെ ഒരു ഇന്നോമസ് ഷോപ്പ് കണ്ടത്. എവറിത്തിങ് ലുക്സ് ലൈക്ക് റിയലി എക്സ്പെൻസീവ്. ആ ബ്രിഡ്ജിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഐഫിൾ ടവറിൻ്റെ ഒരു ചെറിയ വ്യൂ കിട്ടും. But I don't want to see today, but I will come tomorrow to see in person and very clearly for an enormous view. ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ജംഗ്ഷനിലും ഇവിടെ ഒരു പാലം ഉണ്ടാവും. മീൻസ് എല്ലാ പാലവും നല്ല അമേസിങ് ആർക്കിടെക്ചറൽ പണിത പാലങ്ങളാണ്. ഈ പാലത്തിൽ നിന്ന് ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു 3-4 പാലങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് നോക്കിയാലും റൈറ്റ് സൈഡ് നോക്കിയാലും മേ ബി കൂടുതൽ നമ്പർ ഓഫ് ബ്രിഡ്ജസ് കൂടുതലായിരിക്കും. എമിലി ഇൻ പാരീസ് കണ്ടപ്പോൾ ആക്ച്വലി ഈ ലൊക്കേഷനിലൊക്കെ ഇത്രയും ഷൂട്ടിംഗ് നടക്കുന്നെന്ന് ഞാനിങ്ങനെ ഇറ്റ്സ് ഓൺലി ഇൻ ഫിലിം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു 2 ഷൂട്ടിംഗ്, അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ടു. 2 ബോയ്സ് ഇങ്ങനെ ഒരു 2 ട്രോളിയിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്റ്റെയർ കേസ്, ആക്ച്വലി ഈ സെയിം ലൊക്കേഷന് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. അവിടെ നിന്നാണ് അവർ 2 ബോയ്സ് ഇങ്ങനെ ട്രോളി വലിക്കുന്നതായിട്ട് കണ്ടത്. അത് അവർ ആക്ച്വലി നമ്മളോട് ഫിലിം ചെയ്യരുതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ നിന്നൊരു ലേഡി. ബിക്കോസ് അവർ അത് അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ആക്ച്വലി ഒരു വലിയൊരു നദിയാണ്. ഇതിൻ്റെ സൈഡിലാണ് ഐഫിൾ ടവറും ലൂവർ മ്യൂസിയം എല്ലാം ഉള്ളത്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കുറേയധികം ബോട്ട് സർവീസ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പേ ചെയ്താൽ ആക്ച്വലി ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റുള്ള ബോട്ടുമുണ്ട്, ജസ്റ്റ് ട്രാവലിംഗ് ബോട്ട്സ് ഉണ്ട്, പിന്നെ നമുക്ക് പേ ചെയ്താൽ സൈറ്റ് സീയിങ് ബോട്ട്സ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഈ ലൊക്കേഷനാണ് അവസാന ദിവസം ഞാനൊരു ബോട്ട് ജേർണി ചെയ്തത്. അവരൊപ്പം ഇങ്ങനെ നമ്മളെ ബോട്ടിൽ കൊണ്ടുപോയി പല സ്ഥലങ്ങളിൽ. ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ലൊക്കേഷൻ ലൂവർ മ്യൂസിയം, ചർച്ച്, ഈ നദിയുടെ തീരത്തുള്ള ചർച്ച്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളെ ബോട്ടിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. നമുക്ക് ടൈം ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ആക്ച്വലി ബുക്ക് ചെയ്ത ദിവസം 6 o'clock 10 o'clock മാത്രമേ ബോട്ട് ജേർണി അന്ന് അവൈലബിൾ ആയിട്ടുണ്ടാകുള്ളൂ. അതുകൊണ്ട് 10 o'clock ബുക്ക് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് ഐഫിൾ ടവറിൻ്റെ ലൈറ്റനിങ്, സ്പാർക്ലിങ്ങും നമുക്ക് കാണാൻ പറ്റും. ലൂവർ മ്യൂസിയം വരുമ്പോഴത്തേക്കും നമ്മളെ ഏറ്റവും നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുക. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഈസ്റ്റർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫുൾ ഡേ ഒരു ഫുൾ വീക്ക് ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഒരു 3 o'clock ആകുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 3 o'clock ആകുമ്പോൾ വന്നാൽ മതി, ക്യൂ നിന്ന ശേഷം നമുക്ക് ഇൻ പേഴ്സണായിട്ട് ടിക്കറ്റ് മേടിക്കാൻ സാധിക്കും. 3 o'clock വരെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒത്തിരി നേരം എടുക്കുമല്ലോ. ആക്ച്വലി ഞങ്ങൾ ഒരു
10 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ എത്തിയത്. അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് നോട്രഡാം കത്തീഡ്രൽ. 12-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഇത് പൂർത്തിയായത് 14-ാം നൂറ്റാണ്ടൊക്കെയോടെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ട റൗണ്ട് ഷേപ്പിലുള്ള റോസ് വിൻഡോ, പിന്നെ ഉയർന്ന ഗോപുരങ്ങൾ, ഗ്ലാസ് ലേസ്ഡ് ആയിട്ടുള്ള ജനാലകൾ, അതൊക്കെയാണ്. അവിടെ നടക്കുന്ന വഴിയിലാണ് ഈ പെഡസ്ട്രിയൻ വേയിൽ കുറേ ഷോപ്പുകൾ കണ്ടത്. എല്ലാം ആർട്ട് ഷോപ്പുകൾ, ഇങ്ങനെ നമ്മുടെ പിക്ചറൈസ്ഡ് ആയിട്ടുള്ള പോർട്രേറ്റ്സ്, ഫ്രെയിംസ്, അങ്ങനെ ആക്ച്വലി ഓയിൽ പെയിൻറ്റിങ്, വാട്ടർ കളർ, എല്ലാം ഈ പാരീസിൻ്റെ ബ്യൂട്ടി ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുള്ള പെയിൻറ്റിങ്സ് ആൻഡ് എവറിത്തിങ് ഉണ്ട് അവിടെ. This bridge actually reminds me Lolita song from Engane Kadal. ഇതാണ് ആക്ച്വലി ആ സോങ്ങിൻ്റെ ബിഗിനിങ് പാർട്ട്. ആ സോങ്ങിൻ്റെ ബിഗിനിങ് ഫ്യൂ മിനിറ്റ്സ് ഈ ബ്രിഡ്ജിലാണ് ആക്ച്വലി രവി മോഹൻ ആൻഡ് ഹൻസിക ഡാൻസ് ചെയ്യുന്നത്. അങ്ങനെ ഈ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ലൂവ മ്യൂസിയം. ഇവിടെ നിന്ന് തന്നെ കൊണ്ട് തന്നെ നമുക്ക് ആ ലൂവ മ്യൂസിയം നമുക്ക് കാണാൻ പറ്റും. ഇത് വൺ ഓഫ് ദി ഗേറ്റ് ഓഫ് ദി ലൂവ മ്യൂസിയമാണ്. അവിടെ മൊണാലിസയുടെ പിക്ചറൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു നെപ്പോളിയൻസ് ലൂവ.